വിഷുവിനെയും ഈസ്റ്ററിനെയും വരവേൽക്കാൻ വിപണി ഒരുങ്ങി. ആദ്യം എത്തുന്നത് വിഷുപ്പുലരിയാണ്. കണി കണ്ടുണരാൻ കൃഷ്ണ വിഗ്രഹങ്ങൾ ഹൈറേഞ്ച് കീഴടക്കുന്നു. വിവിധ വലുപ്പത്തിലും രൂപത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് നാടാകെ അഴക് വിരിക്കുന്നത്. എന്നാൽ വിഷു അടുത്തെത്തിയിട്ടും വിപണി ഇനിയും ഉണർന്നിട്ടില്ല. വിഷുക്കാലം എത്തിയാൽ മലയാള നാട്ടിൽ അഴക് വിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ അണിനിരക്കാൻ തുടങ്ങും. വിവിധ വർണ്ണങ്ങളാൽ ഓടക്കഴിൽ ഊതുന്ന ശ്രീകൃഷ്ണന്മാർ നാടും നഗരവും കീഴടക്കുകയാണ്. വ്യാപാരശാലകളിൽ കൃഷ്ണ വിഗ്രഹങ്ങളുടെ നീണ്ട നിര തന്നെ ആരിലും കൗതുകം ഉണർത്തുകയും ചെയ്യും. അടുക്കും ചിട്ടയുമായി വലിപ്പത്തിനനുസരിച്ച് വിഗ്രഹങ്ങൾ ഒതുക്കി വെച്ചത് കാണാൻ തന്നെ ആകർഷണമാണ്. വിഷുവിന് കണിയൊരുക്കുമ്പോൾ മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണ്ണന്റെ വിഗ്രഹം. നീല നിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. കഴിഞ്ഞ വർഷം വിഷു സീസണിൽ എത്തിയ വിഗ്രഹങ്ങൾക്കാൾ ഇരട്ടി കണ്ണന്മാരാണ് വ്യാപാരശാലകളിൽ നിരന്നിരിക്കുന്നത്. എന്നാൽ വിപണിക്ക് ഒരു ചലനവും ഉണ്ടായിട്ടില്ല. ഹൈറേഞ്ചിനെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യമാവാം ഇതിന് കാരണം. നമ്മുടെ വിഷുവും ഈസ്റ്ററും എല്ലാം അടുത്ത് വരുവാണ്. ഉടനെ എത്തുന്നത് വിഷു വിപണിയാണ്. വിഷു വിപണികൾ നമുക്ക് കച്ചവടങ്ങൾ തീർത്ത് കുറവാണ്. എന്നാണെന്നറിയത്തില്ല. നമ്മൾ എടുത്ത സാധന സ്റ്റോക്കുകളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. ആരും തന്നെ വിറ്റ് പോകുന്നില്ല. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് സാധാരണ മഞ്ഞ കണിക്കൊന്നയാണ് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത്. ഈ പ്രാവശ്യം പല കളറുകൾ, വെള്ളയുണ്ട്, പിന്നെ ചുമലയുണ്ട്, നീലയുണ്ട്. അങ്ങനെ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ കൃഷ്ണനും ഇറങ്ങിയിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള. അപ്പോൾ ഇനി വിപണി മാത്രം ഉണർന്നാൽ മതി. വിഷുപ്പുലരി അടുക്കുന്നതോടെ കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലുണ്ടാവേണ്ടതാണ്. ഈ വർഷം അതില്ല. കണിക്കൊന്നപ്പൂവാണ് മറ്റൊന്ന്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഹൈറേഞ്ചിലെ കൊന്നപ്പൂക്കൾ നേരത്തെ പൂവിടുകയും കൊഴിഞ്ഞു നശിക്കുകയും ചെയ്തു. ഇതിനും പരിഹാരം വിപണിയിലുണ്ട്. പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളാണ് എത്തിച്ചിരിക്കുന്നത്. മഞ്ഞ മാത്രമല്ല, വിവിധതരം വണ്ണത്തിലുള്ള പൂക്കളും മറ്റ് അലങ്കാര വസ്തുക്കളും എത്തിച്ചിട്ടുണ്ട്. എന്നാൽ വ്യാപാരം ഇല്ലാതായത് വ്യാപാരികളെ വലിയ കടബാധ്യതയിലേക്ക് തള്ളിവിടും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.